everyone, welcome to Catalyst Education. അപ്പോൾ നമ്മുടെ +1 ബിസിനസ് സ്റ്റഡീസിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആണ് എന്ത് ബിസിനസ് ട്രേഡ് ആൻഡ് കോമേഴ്സ്. ഇതിലൊരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതാണ് ടോപ്പിക്? ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. എന്താണ് ബിസിനസ്, എന്താണ് പ്രൊഫഷൻ, എന്താണ് എംപ്ലോയ്മെന്റ്? നമുക്കറിയാം, നമ്മൾ നിത്യ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. എന്നാലും ഇതൊക്കെ എന്താണ്, അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകും. സോ അത് പറയുന്നതിന് മുന്നേ ഇത് എന്താണ് നോക്കിക്കഴിഞ്ഞാൽ, ആളുകൾ അവരുടെ ജീവിത മാർഗമായിട്ട് ചൂസ് ചെയ്യുന്നതാണ്. ഒന്നുകിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റെമ്യൂണറേഷൻ, അതായത് ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ബിസിനസ് ചെയ്യും, അതും അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിലായിരിക്കും ഏർപ്പെടുന്നത്, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. സോ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? സോ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ബിസിനസ്, പ്രൊഫഷൻ ഓർ എംപ്ലോയ്മെന്റ്. ഇത് മൂന്നിലും ഏതെങ്കിലും ആയിരിക്കും ആളുകളെ ജീവിത മാർഗത്തിനായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ? സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ബിസിനസ് എന്താണ് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ അതെന്താണ്, ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ആളുകൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? നമ്മളെ പുണ്യം കിട്ടാനാണോ? അല്ല. സർവീസ് ആണോ മോട്ടീവോ? അതുമല്ല. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഏത് രീതിയിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി ആണ്? ഇവിടെ ആളുകൾ റെഗുലർ ആയിട്ട് എത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടും? പെർച്ചേസ്, പ്രൊഡക്ഷൻ, അതും അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി റെഗുലർ ആയിട്ട് ആൾക്കാർ എന്ത് ചെയ്യാണ്, സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നതിലും വിൽക്കുന്നതിലും ഏർപ്പെടുന്നുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബിസിനസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ വീട്ടിലോ നമ്മുടെ പരിചയത്തിലോ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ബിസിനസ് ചെയ്യുന്നവരായിട്ടുണ്ടായിരിക്കും. അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി വേറെ രീതിയിൽ പറയുകയാണ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടെന്ന് വിചാരിക്കുക, ഞാനതൊരു 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തതാണ്, എനിക്കത് വേണ്ട, അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് അവന് 150 രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കുക, 50 രൂപ പ്രോഫിറ്റും കിട്ടി. അതിനെ നമ്മൾ ബിസിനസ് എന്ന് വിളിക്കുമോ? ഇല്ല, ഓഫ് കോഴ്സ് ഇല്ല. കാരണം ഇവിടെ എന്താണ്, ഇന്നൊരു ദിവസമേ ഞാനത് ചെയ്യുന്നുള്ളൂ. ബിസിനസ് എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ബിസിനസ് എന്ന് വിളിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, പ്രൊഫഷനിലേക്ക് പോവാം. ഓക്കെ. സോ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആളുകൾ ഇവിടെ എൻഗേജ് ചെയ്തിട്ടുള്ളത് എന്ത് കാര്യങ്ങളിലാണ്? പേഴ്സണലൈസ്ഡ് എക്സ്പേർട്ട് സർവീസസ് മറ്റുള്ളവർക്ക് റെൻഡർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമുക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകും. ഡോക്ടർ അവിടെ എന്താ നമുക്ക് തരുന്നത്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പേഴ്സണൽ എക്സ്പേർട്ട് നോളജ് ആണ് നമുക്ക് തരുന്നത്. അതെന്താണ്? അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ സ്കില്ലാണ് അല്ലെ. അതുപോലെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന്റെ അടുത്ത് പോകാറുണ്ട്. നമുക്ക് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഡീൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ലോയേഴ്സിന്റെ അടുത്ത് പോകാറുണ്ട്. സോ പ്രൊഫഷനിൽ എന്താ നടക്കുന്നത്? ആളുകൾ അവരവരുടെ പേഴ്സണൽ എക്സ്പേർട്ട് നോളജ് ആണ് എന്ത് ചെയ്യുന്നത്, റെൻഡർ ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾസ് അല്ലെ, പ്രൊഫഷന്റെ എക്സാമ്പിൾസ് ആണ് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് എക്സെട്ര. നിങ്ങൾക്ക് ഒരുപാട് എന്ത് ചെയ്യാം, പ്രൊഫഷൻസ് അറിയാം. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് എംപ്ലോയ്മെന്റ് എന്ന് നോക്കാം. സോ ബിസിനസ്സും അല്ല പ്രൊഫഷനും അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആളുകളെ ഏർപ്പെട്ടിരിക്കുന്നത് എന്തിലായിരിക്കും, എന്തെങ്കിലും ഒരു തൊഴിലിലായിരിക്കും അല്ലെ. എന്തിനാണ് തൊഴിൽ ചെയ്യുന്നത്? ഇൻ റിട്ടേൺ ഓഫ് വേജ് ഓർ സാലറി. സാലറി അല്ലെങ്കിൽ കൂലി ലഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത്, മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ക്ലർക്ക്, അക്കൗണ്ടൻസ്, ഇവർക്കൊക്കെ എന്ത് ലഭിക്കുന്നുണ്ട്, സാലറി അതും അല്ലെങ്കിൽ വേജ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഇതാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് മൂന്നും നമുക്ക് ക്ലിയർ ആണ്. സോ ഇവരെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ബേസിസ് ഇവിടെ തന്നിട്ടുണ്ട്, ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്, ഇങ്ങനെ 3 കോളമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ്, മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഏത് രീതിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വെച്ചിട്ട് ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക? എന്റർപ്രണേഴ്സ് ഡിസിഷൻ ആൻഡ് സം ലീഗൽ ഫോർമാലിറ്റീസ്. എന്റെ കയ്യിൽ ഫണ്ട് ഉണ്ട്, എന്റെ കയ്യിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയ കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ് എന്ത് ചെയ്യാവുന്നതാണ്, സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ അത് തന്നെയാണ് അവിടുത്തെ പ്രൊസീജിയർ കേട്ടോ. എന്താണ്, ഓൺടർപ്രണറിന്റെ ഡിസിഷനും അതുപോലെ തന്നെ കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസും ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ ആ പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു പ്രൊഫഷൻ, ഒരു ലോയർ, അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ LLB ഒക്കെ പാസ്സായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് പ്രാക്ടീസ് തുടങ്ങുക, അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. സോ എങ്ങനെയാണ് മെമ്പർഷിപ്പ്
ആൻഡ് സം ലീഗൽ ഫോർമാലിറ്റീസ്, പ്രൊഫഷണൽ ബോഡി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, ഇതൊക്കെ കിട്ടണമല്ലേ. മെമ്പർഷിപ്പ് വേണം നമുക്ക്, ആ ഒരു പ്രൊഫഷണൽ ബോഡിയിൽ നമ്മൾ മെമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ ചെറിയ ലീഗൽ ഫോർമാലിറ്റീസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു പ്രൊഫഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇനി നമ്മൾ എംപ്ലോയ്മെന്റിലേക്ക് വരുന്ന സമയത്ത് സർവീസ് കോൺട്രാക്ട് ഓർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, നമുക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇന്ന ഡേറ്റിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഇത്രയാണ് നിങ്ങളുടെ സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതല്ല, സാധാരണ വർക്കേഴ്സ് ആണെങ്കിൽ ഒരു സർവീസ് കോൺട്രാക്ട് ഉണ്ടാവുമായിരിക്കും. ഒരു വർഷം ഞങ്ങളുടെ കൂടെ എന്ത് ചെയ്യുക, ഈ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു സർവീസ് കോൺട്രാക്ട് ഉണ്ടായിരിക്കും. സോ ആ രണ്ടിൽ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു എംപ്ലോയ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാം, അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഈ രീതിയിലാണ് എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നേച്ചർ ഓഫ് വർക്ക്, എത്തരത്തിലുള്ള വർക്കാണ് ഇവർ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ബിസിനസ് എങ്ങനെയാണ്, പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ആളുകൾക്ക് സാധനങ്ങളും സേവനങ്ങളും കൊടുക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. ബേസിക്കലി ഒരു ബിസിനസ്സിൽ നടക്കുന്നത്. ആളുകളുടെ ഡിമാൻഡ് മനസ്സിലാക്കുന്നു, പ്രോഡക്റ്റ് ആണെങ്കിൽ സർവീസ് ആണെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു. ഇനി നമ്മൾ പ്രൊഫഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താ കൊടുക്കുന്നത്, അവിടെ സാധനങ്ങളാണോ കൊടുക്കുന്നത്, അവിടെ കൊടുക്കുന്നത് റെൻഡറിങ് പേഴ്സണലൈസ്ഡ് സർവീസ്, അദ്ദേഹത്തിന്റെ പേഴ്സണലൈസ്ഡ് സർവീസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആളുകൾക്ക് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എംപ്ലോയ്മെന്റിലേക്ക് വരികയാണെങ്കിൽ പെർഫോമിംഗ് വർക്ക് ആസ് പെർ സർവീസ് കോൺട്രാക്ട്, നമ്മൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നേരത്തെ പറഞ്ഞു അല്ലെ, അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ എന്താണോ നമ്മുടെ ജോലി പറയുന്നത് ആ രീതിയിലായിരിക്കും നമ്മുടെ ജോലി പോകുന്നുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ സർവീസ് കോൺട്രാക്റ്റിൽ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ. എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് ഈ ഒരു 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക? ഒരു ബിസിനസ് ചെയ്യണമെങ്കിലുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് മക്കളെ? നമുക്ക് എന്താണ്, ബികോം വേണം, അല്ലെങ്കിൽ എംകോം വേണം, MBA വേണം എന്നുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ അവിടെ പറയുന്നുണ്ടോ? ഇല്ല. ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നോ മിനിമം ക്വാളിഫിക്കേഷൻ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്, നമ്മുടെ കയ്യിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നല്ല വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാവുന്നതാണ്. അതല്ലാതെ അവിടെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഒന്നും പ്രിസ്ക്രൈബ് ചെയ്ത് ആരും വെച്ചിട്ടില്ല. ഇനി പ്രൊഫഷനിലേക്ക് വരികയാണെങ്കിലോ, എനിക്ക് ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് ഞാൻ നാളെ തന്നെ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് വെള്ളക്കോട്ടൊക്കെ ഇട്ട് പോയ ഡോക്ടർ ആവോ? ഇല്ല. അവിടെ എന്താണ്, എക്സ്പെർട്ടൈസ് ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ് അല്ലെ. എക്സ്പെർട്ടൈസ് ക്വാളിഫിക്കേഷൻ വേണം, ഡോക്ടർ ആവണമെങ്കിൽ MBBS തന്നെ വേണം. അതുപോലെ തന്നെ പിന്നെ അവിടെ എന്തും വേണം, ആ ഒരു സ്പെസിഫിക് ഫീൽഡിൽ നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ആ ഒരു പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അല്ലെ. ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ടായിരിക്കണം. എംപ്ലോയ്മെന്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ക്വാളിഫിക്കേഷൻ വേണം. അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ സമയത്ത് പറഞ്ഞ ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ എന്താണ്, ട്രെയിനിങ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എംപ്ലോയർ, എംപ്ലോയർ പറഞ്ഞ രീതിയിലുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എംപ്ലോയ്മെന്റും എന്ത് ചെയ്യാം, എംപ്ലോയ്മെന്റിനുള്ള ക്വാളിഫിക്കേഷനായി. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിവാർഡ്. നമ്മൾ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്തായിരിക്കും? ബിസിനസ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്ന റിവാർഡാണ് എന്ത്? പ്രോഫിറ്റ്. യെസ്, പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. സോ ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിവാർഡ് പ്രോഫിറ്റ് ആണ്. ഇനി നമ്മൾ പ്രൊഫഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിവാർഡ് എന്താണ്? നമ്മളൊരു ഡോക്ടറിന് പോയി കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് കൊടുക്കുന്ന പൈസ അല്ലെ, ആ ഒരു കാര്യത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫീസ് അല്ലെ. ഫീസ് ആണ് അവിടെ കിട്ടുന്ന റിവാർഡ്. ഇനി എംപ്ലോയ്മെന്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സാലറി ഓർ വേജ് ആയിരിക്കും അവിടെ കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ റിവാർഡ്? നെക്സ്റ്റ് എന്താണ്? ക്യാപിറ്റൽ. എങ്ങനെയുള്ള ക്യാപിറ്റൽ ആയിരിക്കും ഈ 3 കാര്യങ്ങൾക്കും ആവശ്യമായിട്ട് വരിക? ബിസിനസ്സിന് എത്തരത്തിലുള്ള ക്യാപിറ്റൽ ആയിരിക്കും വേണ്ടി വരിക? ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ് അല്ലെ. നമ്മുടെ ബിസിനസിന്റെ നേച്ചർ, നമ്മൾ ഏത് രീതിയിലുള്ള ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഏത് സൈസിലുള്ള ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നതിനനുസരിച്ച് നമ്മുടെ ക്യാപിറ്റൽ റിക്വയർമെന്റ് മാറും. ചെറിയൊരു കടയാണ് തുറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയൊരു ക്യാപിറ്റൽ മതി, ചെറിയൊരു എമൗണ്ട് മതി. അതല്ല കുറച്ച് വലിയൊരു കടയായിട്ടാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്രയും തന്നെ ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായിട്ട് വരും. എന്തായാലും ബിസിനസ്സിന് അത്യാവശ്യം നല്ല ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ടായിരിക്കും. ഇനി പ്രൊഫഷനിലേക്ക് വരുവാണെങ്കിലോ, ലിമിറ്റഡ് ക്യാപിറ്റൽ ഈസ് നീഡഡ്. ഞാനിപ്പോ ഒരു ഡോക്ടറാണ്, ഞാൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണ്, എന്റെ കയ്യിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെറിയൊരു ക്ലിനിക് ഒക്കെ സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ജോലി ചെയ്തു തുടങ്ങാവുന്നതാണ് അല്ലെ, ആ ഒരു പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അതിന്റെ അർത്ഥം എന്താണ്? ലിമിറ്റഡ് ക്യാപിറ്റൽ ഈസ് നീഡഡ്. ഓൺലി എന്ത് ചെയ്താൽ മതി, നമുക്കൊരു ചെറിയ ക്യാപിറ്റൽ മാത്രമേ അവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി നമ്മൾ എംപ്ലോയ്മെന്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ടോ? ഇല്ല. നമുക്ക് ജോലി കിട്ടി, നമ്മൾ അവിടെ പോയി ജോലി ചെയ്യുന്നു. അതല്ല നമ്മൾ നമ്മുടെ എംപ്ലോയറിന്റെ കൂടെ നമ്മൾ പോയി ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിന് നമുക്ക് ക്യാപിറ്റൽ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്നുണ്ടോ? ഇല്ല.
നോ ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണ് എംപ്ലോയ്മെന്റിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിസ്ക് എങ്ങനെയുള്ളതായിരിക്കും ഈ 3 കാര്യങ്ങളിലും? ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഹൈ റിസ്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ കയ്യിലുള്ള ഫണ്ടൊക്കെ വെച്ച് നമ്മൾ ബിസിനസ് തുടങ്ങുകയാണ്, നമ്മളൊരു 100 തവണ ആലോചിക്കും ബിക്കോസ് ഓഫ് ദ റിസ്ക് ഇൻവോൾവ് ഇൻ ഇറ്റ്. ബിസിനസ് ആണെങ്കിൽ റിസ്ക് എന്തായാലും ഉണ്ടായിരിക്കും. സോ അവിടെ ഹൈ റിസ്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ഇനി പ്രൊഫഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹൈ റിസ്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബട്ട് എന്നാലും സം റിസ്ക് ആർ ദർ. സോ സം റിസ്ക് ഉണ്ട് എന്നുള്ളത് തന്നെ പറയണം. ഓക്കെ, ഇനി നമ്മൾ എംപ്ലോയ്മെന്റിലേക്ക് വരികയാണെങ്കിലോ അവിടെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? നമ്മളോട് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് എംപ്ലോയർ പറഞ്ഞത് എന്താണോ അതുപോലെ ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നോ ഓർ ലിറ്റിൽ റിസ്ക്. ചെറിയ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിലായി, അതല്ലെങ്കിൽ നമുക്ക് നോ റിസ്ക് എന്ന് തന്നെ പറയാം എംപ്ലോയ്മെന്റിൽ. ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോഡ് ഓഫ് കോൺടാക്ട്. എങ്ങനെയാണ് കോഡ് ഓഫ് കണ്ടക്ട് വേണ്ടത്? ഇവിടെ ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടോ? നോ പ്രിസ്ക്രൈബ്ഡ് കോഡ് ഓഫ് കണ്ടക്ട്. നമുക്ക് എന്തില്ല, അവിടെ ഒരു പ്രത്യേകമായ രീതിയിലുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഒന്നും ആരും എഴുതി വെച്ചിട്ടില്ല. പ്രൊഫഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പ്രിസ്ക്രൈബ്ഡ് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അല്ലെ. ഓരോ പ്രൊഫഷണൽ അസോസിയേഷൻസും പറയുന്ന പ്രകാരമുള്ള കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് എംപ്ലോയ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിലോ നോംസ് ഓഫ് ബിഹേവിയർ. എംപ്ലോയ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയർ എന്താണോ പറയുന്നത് ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. സോ ഇത്രയുമാണ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസസ്. സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അല്ലെ. സോ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയത്. ഇത്തരത്തിൽ നമ്മൾ വേറെയും ടോപ്പിക്സുമായിട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങൾ ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.